ഹലോ, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പം ഞാനും മമ്മിയോട് കൂടി തൊടുപുഴയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. മമ്മിക്ക് ബാങ്കിൽ പോകണം, പിന്നെ എന്തൊക്കെയോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ റോട്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും ചോട്ടി വന്ന് കിടക്കുന്ന ഒരു സാധനം, നമ്മുടെ പൂച്ചക്കുട്ടൻ, ഞങ്ങൾ കാണാതെ ഞങ്ങളുടെ പുറകെ പമ്മി പമ്മി വന്നതാണ് കേട്ടോ. എന്നിട്ട് റോട്ടിൽ കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് ഉരുളുന്നു ഇങ്ങോട്ട് ഉരുളുന്നു. ആകെ സീന്. എന്ത് ചെയ്താൽ വീട്ടിൽ പോവില്ല. ഞങ്ങൾക്കാണെങ്കിൽ പേടിയാണ്, ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോയെന്ന്. പിന്നെ ആരുടെയും കൂടെയൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല ആൾ. നേരെ വീട്ടിലേക്ക് ഓടിക്കോളും. ബസ്സൊക്കെ പേടിയാണ്. അപ്പം ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഉരുളുന്നു. മമ്മിയൊക്കെ പറയുന്നുണ്ട് പോടാ പോടാന്ന്. എവിടെ പോകാൻ? പിന്നെ ബസ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് എണീറ്റ് നോക്കുവേ. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ബസ് വന്നത്. അപ്പോഴത്തേക്ക് അവൻ വാലും മടക്കി വീട്ടിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ബസ്സിലൊക്കെ കയറി സൈഡ് സീറ്റ് തന്നെ കിട്ടി. നമ്മുടെ വീടിൻ്റെ 2-3 സ്റ്റോപ്പ് മുമ്പിൽ നിന്ന് എടുക്കുന്ന ബസ്സാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ സീറ്റുണ്ട്. ഞാൻ സൈഡ് സീറ്റിൽ തന്നെ കയറിയിരുന്നു. പിന്നെ അങ്ങനെ പോയി നമ്മൾ തൊടുപുഴ എത്താറായിട്ടുണ്ട്. ഇതാണ് മുതലക്കുളം പള്ളി. എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു പള്ളിയാണ്. എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പള്ളിയിലേക്കായിരിക്കും. പിന്നെ അവിടെയും കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. മമ്മി എന്തൊക്കെയോ എഴുതാനും പറക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളാൻ. ഞാനിങ്ങനെ ഇരുന്ന് ഓരോ കസേരയും ട്യൂബും ലൈറ്റും ഫാനും ഒക്കെ എണ്ണിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അവിടെ പോസ്റ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പപ്പായ്ക്കൊരു ബാഗ് മേടിക്കണമായിരുന്നു, പുറത്തിടുന്നേ. പിന്നെ വന്നിട്ട് കുറേ ബാഗൊക്കെ നോക്കി. നമ്മൾ ഈ ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിലാണ് കയറിയത്. ട്യൂബ് എന്നാണ് കടയുടെ പേര്. പിന്നെ അവിടെ കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്കാണ് വേണ്ടത്, എന്നാലും എല്ലാം തപ്പൂല്ല നമ്മൾ. അങ്ങനെ കുറേ തപ്പി നടന്നു. ലാസ്റ്റ് ഒരു കറുത്ത ബാഗ് തന്നെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മമ്മി ചെരുപ്പ് നോക്കിയായിരുന്നു, കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ തൊടുപുഴക്കാരുടെ തൊടുപുഴ പാർക്ക്. ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കയറാം. ഇപ്പോൾ പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്ന അത്രയും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പും കടകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അകത്തേക്കുള്ള അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്നത് കുളമാണ്. പണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മീനൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ നിർത്തി. പിന്നെ മമ്മി ഒരു പാത്രക്കടയിലാണ് വന്ന് കയറിയത്. എന്തോ കടായി എടുക്കാനാന്ന് പറഞ്ഞ് വന്ന് കയറിയതാണ്. അവിടെ മുഴുവൻ തിരഞ്ഞ് നടന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ തൊടുപുഴക്കാരുടെ ശ്രീകൃഷ്ണ അമ്പലം. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ആ കടയിലേക്ക് പോയത്. തിരിച്ച് നമ്മൾ നടന്നത് പാലത്തിൽ കയറിയിട്ടാണ്. തൊടുപുഴ പാലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പാലമാണ്, കുറേ പഴക്കമൊക്കെ ഉള്ളൊരു പാലമാണ്. എങ്കിലും എനിക്കിതിൽ കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞ ഒരു പേടിയാണ്. നേരെ കാണുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ അമ്പലമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ടത് കേട്ടോ. ഇതാണ് അമ്പലം, ശ്രീകൃഷ്ണ അമ്പലം. പിന്നെ ഈ കാണുന്നത് പാർക്കാണ്. പിന്നെ ഇന്ന് വെള്ളം അത്യാവശ്യം കുറവാണ് കേട്ടോ. നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെയുള്ള തട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ ഈ മലങ്കര ഡാമൊക്കെ തുറന്ന് വിടുന്ന സമയത്ത് ഇത് നിറച്ച് വെള്ളം വരും കേട്ടോ. നല്ല കലക്ക വെള്ളം വരും. പിന്നെ ആ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് വെള്ളം കയറി ഒഴുകിയായിരുന്നു കേട്ടോ. ഭയങ്കര സീനായിരുന്നു. ഇവിടെയൊക്കെ അടച്ചായിരുന്നു വെള്ളം കാരണം. വെള്ളമൊക്കെ നിറഞ്ഞ് ആകെ സീനാകുന്നതാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, മഴയൊക്കെ കുറവായതുകൊണ്ട് വെള്ളം അധികം ഇല്ല. പിന്നെ പോയി നമ്മൾ അടുത്ത ചെരുപ്പ് കട വന്നിട്ടുണ്ട്. മമ്മിക്ക് ചെരുപ്പെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഡയാന എന്ന് പറഞ്ഞ കടയിലാണ് വന്നത്. പിന്നെ മമ്മി അങ്ങ് തപ്പ് തുടങ്ങി. മമ്മിക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. കുറേ തപ്പണമെങ്കിലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ഞാൻ മടുത്ത് പിന്നെ അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്നോട് ഇടയ്ക്ക് വന്ന് ചോദിക്കും ഇത് നല്ലതാണോ അത് നല്ലതാണോ എന്ന്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പറയും നീ പറഞ്ഞുകൊണ്ട് ഞാനിത് എടുത്തതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. മമ്മി തന്നെയാണ് തപ്പിയെടുത്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ക്രിസ്റ്റലിൽ വന്ന് കയറി. അവിടെയും പാത്രം നോക്കുന്നുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത് താഴെ പിള്ളേരുടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വില കേൾക്കണം, നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. 25,000 രൂപയാണ് ആ റെഡ് വണ്ടിയുടെ വില. പിന്നെ പല റേറ്റിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ്. മമ്മിക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തു. മമ്മി കുടിച്ചില്ല, അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. പിന്നെ ഇതാണ് നമ്മുടെ തൊടുപുഴക്കാരുടെ തൊടുപുഴ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. പിന്നെ ഒരു കടയിൽ കയറിയായിരുന്നു, അപ്പോഴത്തേക്ക് ബസ് വന്നു. പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട്, അതായത് കമ്മൽ മേടിക്കാൻ കയറിയതാണ്. പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിയൊന്ന് ബസ്സിൽ കയറി. പോയ ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. വീഡിയോക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.